ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലവർഷം 925 മകരം 1 ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു. ലക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുത്ത മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം ലക്ഷദ്വീപം ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര പത്രിക മോഹൻലാൽ സ്വീകരിച്ചു. കിഴക്കേ നടയിൽ നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളാണ് മോഹൻലാലിന് വിളംബര പത്രിക കൈമാറിയത്. മുറജപത്തിന്റെ ദീപസ്തംഭവും അദ്ദേഹം തെളിയിച്ചു. തന്റെ അച്ഛൻ പത്മനാഭസ്വാമിയുടെ ഭൂമിയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു. അൽപ്പശിയും പൈങ്കുനിയും ആറാട്ടും നവരാത്രിയും കണ്ട ബാലകൗമാരങ്ങളായിരുന്നു. മുറജപവും ലക്ഷദ്വീപവും വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഒരു ഭക്തനായി തിരുനടയിൽ വന്നു നിന്ന് തൊഴുന്നതല്ലാതെ ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ടില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. വിശ്വാസത്തിനപ്പുറം പത്മനാഭസ്വാമിയും ക്ഷേത്രവും ഒരു വികാരമാണെന്നും മോഹൻലാൽ പറഞ്ഞു. 6 കൊല്ലത്തിലൊരിക്കലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്. മകരസംക്രാന്തി ദിവസമായ ജനുവരി 14-ാം തീയതി ശീവേലിയോടെയാണ് മുറജപത്തിന്റെ ചടങ്ങുകൾ സമാപിക്കുന്നത്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഹാമഹം സമാഗതമായിരിക്കുന്നു. കൊല്ലവർഷം 1201 വൃശ്ചികം 4 സമാരംഭിച്ച് 56 ദിവസം കൊണ്ട് സാങ്കോപാംഗം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദികളും അനേക സൂക്തങ്ങളും സഹസ്രനാമവും ജപിച്ച് ജലജപവും പൂർത്തിയാക്കി 47ാമത്തെ മുറജപ ലക്ഷദ്വീപ മഹോത്സവം 1201 ധനു 30-ന് 2026 ജനുവരി 14-ന് മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടുകൂടി പര്യവസാനിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഈ വിളംബരത്തിനായി അറിയിച്ചുകൊള്ളുന്നു.